ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഞാൻ ഈ ഫ്രെയിം എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കിയാലോ. നല്ല ഭംഗിയില്ലേ? ഇത് നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ നല്ല രസമുണ്ടാവും. അപ്പം നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ ഇതെടുത്തു. ഇതെവിടുന്ന കിട്ടിയെന്നറിയോ ഗൈസ്? എൻ്റെ ചേച്ചിയുടെ കുഞ്ഞൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവനെ കാണാൻ വരുന്നവരൊക്കെ ഡ്രസ്സ് കൊണ്ടുവരുന്ന പറ്റിയാണിത്. അപ്പോൾ അതിനെ മുറിച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ബ്രഷായിരുന്നു ഉള്ളത്. അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ഗൈസ്. അത് പിന്നെ പണ്ട് അങ്ങനെയാണല്ലോ. നമ്മൾ ഉള്ളത് കൊണ്ടങ്ങ് ഗുണം പോലെ ഉള്ളത് വെച്ചങ്ങ് ചെയ്യാം. ഇനിയിപ്പോൾ അതില്ലാന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാതെ നിൽക്കാൻ പാടില്ല. അപ്പോൾ ആ ഉള്ള ചെറിയ ബ്രഷ് കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ അടിച്ചടിച്ച് കുറച്ച് സമയം ഞാൻ എടുത്തു ഗൈസ്. എന്നാലും എന്താ, നമുക്ക് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യണം. കാരണം നമുക്ക് സക്സസ് ആവണം. ഇപ്പം എന്താണ്, ഞാനതിങ്ങനെ കഷ്ടപ്പെട്ട് കുറേ നിങ്ങൾ തന്നെ കാണുന്നില്ല ഞാൻ അടിക്കുന്നത്. ഓരോ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ മെല്ലെ അടിച്ച് അത് ഞാൻ എന്തായാലും ഫുൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ആക്കിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഫ്രെയിമിൽ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങാൻ പറ്റിയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ വെച്ച് അങ്ങ് എടുത്തോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡിനെ പറ്റിയായാലും മതി. കാർഡ്ബോർഡിൻ്റെ കട്ടയുള്ള കവർ ഉണ്ടാവുമല്ലോ, അതായാലും മതി. ഓക്കെ, അതിലിതുപോലെ ബ്ലാക്ക് കളർ തന്നെ അടിക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് പേപ്പർ കിട്ടുമല്ലോ, അത് വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇതുപോലെ കഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഇത് വെച്ച് കഷ്ടപ്പെട്ട് അടിച്ചെടുത്തു. ഇതെൻ്റെ ചേച്ചീൻ്റെ മകനാണ് ഗൈസ്. അവൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവനും കുറച്ച് അടിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവസാനം ഇതുപോലെ ആക്കിയെടുത്തു. അത് കുറച്ച് നേരത്തെ ഒന്നല്ല, കുറച്ചധികം നേരത്തെ കഷ്ടപ്പാടായിരുന്നു ഗൈസ്, ചെറിയ ബ്രഷ് ആയതുകൊണ്ട്. എന്നിട്ടെന്താ, അത് ഉണങ്ങിയ ശേഷം ഞാൻ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്കെച്ച് വരക്കുന്ന പോലെ ഞാനൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ, ഫ്ലവർ നമുക്ക് എവിടെയൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ ഇത് വരച്ചു കൊടുത്തു. നിങ്ങൾ കാണുന്നില്ലേ, ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ കുറച്ച് സ്പേസൊക്കെ വിട്ടിട്ട് ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു. എവിടെയൊക്കെയാണോ നമുക്ക് പിസ്താൻ്റെ ഷെല്ല് ഒട്ടിക്കേണ്ടത് അവിടെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് വരച്ചു കൊടുത്തു. ഏകദേശം ഒരു ഐഡിയയിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ ആക്കിയെടുത്തു. എന്നിട്ട് എന്താണ് ഗൈസ്, വേറൊരു അബദ്ധം പറ്റി എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ എടുത്ത വീഡിയോ എല്ലാം ഡിലീറ്റായി പോയി ഗൈസ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ അതിൻ്റെ മേലെ ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. 5 പിസ്ത ഷെല്ലെടുത്തിട്ട് അതിങ്ങനെ ഒരു ഫ്ലവറിന് ഷേപ്പിലാക്കി വെച്ചിട്ട് അത് പശ വെച്ചൊന്ന് ഒട്ടിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ ഓരോ ഭാഗത്തുനിന്നായിട്ട് ഇങ്ങനെ നമ്മുടെ ചെടീൻ്റെ ഇത് പോകുന്ന വള്ളി പോകുന്നത് പോലെ ഓരോ നൂല് വെച്ച് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് അതിനെ ഞാൻ പിസ്തേനും കളറൊക്കെ അടിച്ചു. ഇങ്ങനെ നമുക്കിത് ഇതുപോലത്തെ നല്ലൊരു ഫ്രെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. എങ്ങനെയുണ്ട്?